മഹേഷ് കാറേ പ്ലസ് ആണ്. ഏവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് രണ്ട് EPSന്റെ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗിന്റെ മോഡൽ വന്നിട്ടുണ്ട്. വാഗണർ ആണ്, G4 ആണ്. കസ്റ്റമർ പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റീറിംഗ് ഹാർഡ് തന്നെയാണ്. മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഹാർഡ്. നമുക്ക് ഡീസോൾഡർ ചെയ്ത് എടുക്കേണ്ടത് ഈ ബോർഡ് ഫുൾ ഇളക്കി എടുക്കണം. ഇതിന്റെ അകവും പുറവും രണ്ട് ഡബിൾ ഡെക്കർ ബോർഡാണ്. നമുക്ക് ഡീസോൾഡർ ചെയ്ത് ഞാൻ കുറെ ഇടത്ത് വെച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ ഉള്ളു. ഇത്രയും ഡീസോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റിൽ ഒരു എൻഡ് മാത്രമേ ഉള്ളൂ ഇവിടെ. അതുപോലെ തന്നെ ഇതിലും ഒരു എൻഡ് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ ഡീസോൾഡർ ചെയ്ത് എടുക്കാൻ പറ്റും. എല്ലാ വണ്ടിക്കും കംപ്ലൈന്റ് ആണ്. സെന്ന്, ഓൾട്ടോ, വാഗണർ 2010-11 വരാം. നമുക്കിത് സിമ്പിൾ പോലെ റിപ്പയർ ചെയ്യാം. ഇത് ഈ ബോർഡ് ഇങ്ങനെ ഇളക്കിയെടുക്കാം, ഇതും ഇളക്കിയെടുക്കാം, ഇതും ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ ഞാൻ ഇളക്കിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും. ഡീസോൾഡർ എടുക്കുന്ന സമയത്ത് നമുക്കിത് ഇവിടെയുണ്ട് കംപ്ലൈന്റ്, ഇവിടെയും വരും, അതുപോലെ തന്നെ ഇവിടെയും വരും. 3 ബോർഡ് ചെക്ക് ചെയ്യാനുണ്ട്, 3 സൈഡായിട്ട്. അകവും പുറമുണ്ട്. ഈ റിലേ പോകുന്നത് വളരെ കുറവാണ്. ചില ആൾക്കാർ വീഡിയോ പറയാറുണ്ട് റിലേ പോകാറുണ്ടെന്ന്. പക്ഷെ റിലേ എനിക്ക് വളരെ ചുരുക്കം മാറി കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. ഞാൻ മാറിയിട്ടുണ്ട്, പക്ഷെ അധികം കംപ്ലൈന്റ് റിലേക്ക് വരാറില്ല. ജസ്റ്റ് ഈ ബോർഡിനെ ഒന്ന് ഓണാക്കാനുള്ള ഒരു ജോലി മാത്രമേ റിലേ ചെയ്യുന്നുള്ളൂ. വേറെ വലിയ ലോഡൊന്നും വരുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നുമില്ല. ജസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഈ ബോർഡ് വല്ല കംപ്ലൈന്റ് പോലെ ലോഡ് ആയില്ലെന്നുള്ള എപ്പോഴത്തന്നെ ഇത് കട്ട് ഓഫ് ആവും. അങ്ങനെയാണ് ഇത് ഈ റിലേ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അതും വലിയ കംപ്ലൈന്റ് വരാറില്ല. കൂടുതൽ ഈ ബോഡിൽ തന്നെയാണ് കംപ്ലൈന്റ് വരുന്നത്.